കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ പ്രതിപക്ഷ നേതാവിനെ പ്രതിരോധത്തിലാക്കി മുതിർന്ന നേതാവ് കെ സുധാകരൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിക്കാൻ പോയത് ഉചിതമായില്ല. വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വീഴ്ച പറ്റിയെന്നും കെ സുധാകരൻ വിമർശിച്ചു. യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനില്ലാത്തതും തിരിച്ചടിയായെന്ന് സുധാകരൻ ചൂണ്ടിക്കാട്ടി. പാർട്ടി ആലോചിച്ചിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. അത് നിയമാനുസൃതമായി അതിനെക്കൊണ്ട് അത് ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് മുൻപോട്ട് പോകും. ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഉണ്ണുന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നിരുന്നു. കേസാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു? ഞാൻ ചെയ്യില്ല. മോശമായി പോയി. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, അത് ഞാൻ ചെയ്യില്ല, മോശമായി പോയി എന്ന് കെ സുധാകരൻ പറഞ്ഞ ആ രണ്ടു വരിയിൽ എല്ലാം ഉണ്ട്. ഇത് കോൺഗ്രസിനകത്ത് നടക്കുന്ന ചർച്ചകളുടെ ഒരു പൊതു സ്വഭാവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കസ്റ്റഡി മർദ്ദനം ഉയർത്തിക്കൊണ്ട് വന്ന് സംസ്ഥാന വ്യാപകമായി വലിയ പ്രക്ഷോഭം ഉയർത്തുന്നതിനോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കുന്നതിനോ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനോ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന വിമർശനം പല കോണുകളിലും ഉയർന്നു വന്നിരുന്നു. അത് പരസ്യമായി പറയുന്നത് ഒരുപക്ഷെ ഇപ്പോൾ മുൻ KPCC അധ്യക്ഷനാണ് എന്ന് മാത്രം. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് നടക്കുന്ന ചർച്ചകളുടെ ഒരു സൂചനയല്ലേ? ഇത് പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസിൽ ഇത്തരം ഒരു ചർച്ച ഇത് സംസ്ഥാന വ്യാപകമായി ഉയർത്തിക്കൊണ്ടുവന്ന് അതിൽ വലിയ പ്രതിരോധം തീർക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. അതിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും ഒക്കെ വീഴ്ച പറ്റി എന്ന് പറയുന്ന നേതാക്കളുടെ പ്രതിനിധിയായിട്ടല്ലേ സുധാകരൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് അത് സൂചിപ്പിച്ചത്, അല്ലേ? വിജയകുമാർ, VD സതീശനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ ആദ്യമായിട്ടല്ല KPCC അധ്യക്ഷൻ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. പല വിഷയങ്ങളിൽ, അതായത് KPCC അധ്യക്ഷനായി സുധാകരൻ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും പല വിഷയങ്ങളിലും ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കുള്ളിൽ സുധാകരൻ ശക്തമായി VD സതീശനെതിരെ പറയുന്നതൊക്കെ പല ആവർത്തി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇതിൽ ഇപ്പോൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിക്കൊപ്പം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്കൊപ്പം ഈ ദൃശ്യങ്ങൾ, ഈ കസ്റ്റഡി മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഓണസദ്യ കഴിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തു വന്നപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ചില വിമർശനങ്ങൾ VD സതീശനെതിരായി ഉണ്ടായിരുന്നു. കെ സുധാകരനാണ് ഇപ്പോൾ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല സംഭവിക്കുക എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. അത് ഈ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കെ സുധാകരൻ വീഡിയോ കോൾ ചെയ്യുന്നതും അതിന് പിന്നാലെ അത് സോഷ്യൽ മീഡിയയിൽ പ്രചാരണമായി വരുന്നതും ഈ ചിത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും അത്തരം ഈ കെ സുധാകരനായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാവുക, ഈ കാര്യത്തിൽ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ പ്രതിഷേധങ്ങളും സംഭവങ്ങളും ഉണ്ടായേനെ എന്ന തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരസ്യ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യമായി അങ്ങനെ ഒരു പരസ്യ പ്രതികരണം മുൻ KPCC അധ്യക്ഷനും MP-യുമായിട്ടുള്ള കെ സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. താനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല, ഇത് മോശമാണ് എന്ന തരത്തിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കസ്റ്റഡി മർദ്ദനം ഉണ്ടായ ഘട്ടത്തിലും അതിന് പിന്നീടും ഇത് കൃത്യമായി വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പോരായ്മ സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി കെ സുധാകരൻ അതിൽ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. അത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടിക്കുള്ളിൽ കോൺഗ്രസിനുള്ളിലെ ഇത്തരം ഉണ്ടായിട്ടുള്ള ഇപ്പോൾ കെ സുധാകരൻ്റെ വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്നു വരുന്ന ഒരു ചേരിയിലുള്ള ഒരു പ്രതികരണമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അത് പല വിഷയങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ കെ സുധാകരൻ്റെ കൂടി പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ പരസ്യ പ്രതികരണങ്ങൾ ഇതിൽ VD സതീശനെതിരായിട്ടോ അല്ലെങ്കിൽ ഈ ഓണസദ്യ കഴിച്ച ചിത്രത്തിൽ പുറത്തു വന്ന ചിത്രം സംബന്ധിച്ചോ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അത്തരം അഭിപ്രായങ്ങൾ, അത്തരം പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള അത്തരം നീക്കങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പ്രതികരണം തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ സുധാകരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ചോദ്യത്തിന് കൃത്യമായി തന്നെ കെ സുധാകരൻ ഏതെങ്കിലും സംശയമില്ലാതെ തന്നെ മറുപടി പറയുന്നുണ്ട്. അത് മോശമായി പോയി, താനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല. അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പറയുന്ന കെ സുധാകരനായിരുന്നെങ്കിൽ
ഈ സംഭവത്തിൽ ഈ കസ്റ്റഡി മർദ്ദനത്തിന് പിന്നാലെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ, അതിൽ തുടർന്നുണ്ടാകുന്ന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടാകുന്ന നീക്കങ്ങൾ ഇങ്ങനെയായിരിക്കില്ല എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഹാൻഡിലുകൾ തന്നെ കൈകാര്യം ചെയ്യുന്ന ഹാൻഡിലുകൾ തന്നെ സൂചിപ്പിക്കുന്ന അതേ അഭിപ്രായം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ഇന്ന് പ്രതികരണമായി പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു തുടർചലനങ്ങൾക്ക് അല്ലെങ്കിൽ കൂടുതൽ നേതാക്കൾ ഇപ്പോൾ അരുൺ നേരത്തെ പറഞ്ഞതുപോലെ പരസ്യ പ്രതികരണത്തിന് നേരത്തെ ആരും തയ്യാറായില്ല. പക്ഷേ ഈ അഭിപ്രായമുള്ള പലരും കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ പലരും സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുധാകരൻ തുടങ്ങി വച്ചതിന് പിന്നാലെ കൂടുതൽ നേതാക്കൾ ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറായി കൂടാ എന്നില്ല. മോശമായി പോയി ഞാനായിരുന്നെങ്കിൽ ചെയ്യില്ല എന്ന 3 വാചകമേ സുധാകരൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് കോൺഗ്രസിനകത്ത് നടക്കുന്ന ചർച്ചകളുടെ ഒരു പ്രതിഫലനമാണ്. അത് പുറത്തു വന്ന ഒരു രീതി കൂടിയാണ്. അപ്പോൾ അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൂടായികയില്ല.